ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇവിടെ രാവിലെ 6:30 6:30 ഞാൻ റെഡിയായി എണീറ്റ് ഒരുങ്ങി എങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ ഞാൻ സിനിമയ്ക്ക് പോവുകയാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഇത്രയും ഡെഡിക്കേഷൻ കാണിച്ച് രാവിലെ എണീറ്റ് ഇങ്ങനെ ഒരുങ്ങി സിനിമയ്ക്ക് പോകാൻ പോകുന്നത്. നമ്മുടെ ഷോ മ്യൂണിക്കിലല്ല, അത് വേറൊരു സ്ഥലത്താണ്. അപ്പം നമുക്ക് 8:45 റെഡി ആയിട്ട് വേണം, 8:45 ട്രെയിൻ വേണം പോകാൻ. സോ എനിക്ക് ഇവിടുന്ന് ഒരു 7:30 ആകുമ്പോഴേക്കും ഇറങ്ങണം. സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ. സോ അതുകൊണ്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ജോയിൻ ചെയ്യും. സോ നമുക്ക് പോവാം. അമ്മ ആദ്യമായിട്ടാ ഇത്രയും രാവിലെ എണീറ്റിട്ട് സിനിമയ്ക്ക്. ഗൈസ്, ഞാനിവിടെ സെൻട്രൽ സ്റ്റേഷനിൽ എത്തി. എനിക്ക് 20 മിനിറ്റ്സ് ഗ്യാപ്പിലായിരുന്നു ഊബാൻ. സോ കുറച്ച് നേരത്തെ എത്തി. അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യുക, ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാന്ന് പറഞ്ഞു. ആ പ്രാഗിലോട്ടുള്ള വണ്ടിയിലാട്ടോ നമ്മൾ പോകുന്നത്. അലക്സിലാണ് നമ്മൾ പോകുന്നത്. സോ ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് ചായ വാങ്ങിയേക്കാൻ പറഞ്ഞു. ചായയൊക്കെ വാങ്ങി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഫൈനലി എല്ലാവരും എത്തി. ജോസുനുണ്ട്, സഞ്ജയ്, ശ്രീലക്ഷ്മി, ജിസ് ചേച്ചി, സഞ്ജു ചേട്ടൻ, പിന്നെ ഞാൻ. അപ്പം നമ്മളെല്ലാവരും കൂടെ ഒരു 6 പേരുണ്ട്. അപ്പം നമ്മളൊരു കമ്പാർട്ട്മെന്റ് നമുക്ക് സെറ്റാക്കി. അലക്സ് ആയതുകൊണ്ട് ഇങ്ങനെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമ്മൾ അതിൽ കയറിയിട്ട് നമ്മൾ റഗൻസ്ബർഗ് ആണ് നമ്മൾ മൂവി കാണാൻ പോകുന്നത്. നമ്മൾ രേഖാചിത്രം എന്ന് പറയുന്നൊരു മൂവിയാണ് കാണാൻ പോകുന്നത്. സോ നല്ല റിവ്യൂ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പോവുക. പക്ഷെ ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ലാവിഷായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സംസാരിച്ച് മൂവിനെ കുറിച്ചൊക്കെ ഓരോന്നൊക്കെ കമന്റ് അടിയും അത് ഇതൊക്കെ ആയിട്ടൊക്കെയാണ്. ഈ ട്രെയിനിൽ ഇങ്ങനത്തെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, പക്ഷെ വേറെ ഒരു ട്രെയിനിൽ ഞാൻ അത് കണ്ടിട്ടില്ല. അല്ലേ? പോയെന്ന്. പക്ഷെ കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെന്റ് വരും. നമുക്ക് ജർമ്മൻ അറിയാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇത് സീവണ്ട ഗൈസ്, അവിടെ എത്തുമ്പോ കുറച്ച് ഇംഗ്ലീഷിൽ പറയാം. സോ ഗൈസ്, നമ്മള് റഗൻസ്ബർഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമ കാണാനായിട്ട്. ഈ ട്രെയിൻ ആക്ച്വലി പ്രാഗിൽ പോകുന്ന ട്രെയിനാണ്. പക്ഷെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രാഗിൽ കൂടെ പോയാലോ എന്ന്, അല്ലേ? പക്ഷെ ജോസും സമ്മതിക്കുന്നില്ല. ജോസിന്റെ താല്പര്യമില്ല. ജോസും പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ ജോസൻ? നല്ലൊരു സിറ്റിയാണോ? നല്ല സ്ഥലമാണോ? ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഒരു വർഷമായിട്ട് ശ്രീലക്ഷ്മി ഞാനും കൂടെ പോകാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും പറയുമ്പോഴേക്കും അവള് തിരിച്ചങ്ങോട്ട് നോക്കിയിരിക്കും. ഒന്നില്ല, അവിടെ സൈഡിൽ കൂട്ടനസ് ഇടാൻ നോക്കണാണ്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഗൈസ്. സോ ഫൈനലി നമ്മൾ റഗൻസ്ബർഗ് എത്തി. 1.25 മണിക്കൂർ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ മ്യൂണിക്കിൽ നിന്ന് റഗൻസ്ബർഗ് സിനിമാക്സിൽ മൂവി കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അങ്ങനെ മൂവിക്കൊന്നും പോയിട്ടും ഇല്ല. എനിക്ക് വലിയ ഇൻട്രസ്റ്റും ഇല്ല ഇങ്ങനെ മൂവി പോയി കാണാനൊന്നും. പക്ഷെ ഈ മൂവി അത്രയും റിവ്യൂ ഒക്കെ കേട്ടത് കൊണ്ട് തന്നെ കാണാൻ പോയതാണ്. പക്ഷെ സാഡ്ലി എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ കണ്ടോളൂ. നമ്മളിവിടെ എത്തിയിരിക്കുന്നു. വെയിറ്റ് ചെയ്യാം. ഈ പോയിന്റിൽ ഞങ്ങളൊന്ന് സ്റ്റക്കായി. രേഖാചിത്രത്തിൽ എവിടെയാ ബേസിൽ ജോസഫ് എന്ന് ഇപ്പൊ നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഗൈസ്, ഞങ്ങള് സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്ന് ട്രെയിനിൽ തിരിച്ചു പോകാനിരിക്കുക. സഞ്ജുചേട്ടനോട് നമുക്ക് റിവ്യൂ ചോദിക്കാം. പടം രേഖാചിത്രം അതില് ബേസിൽ വന്നപ്പോ കിടിലൻ ത്രില്ലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് സൗബി വന്നു, അപ്പൊ അതിലും വലിയ ത്രില്ലിംഗ് ആയി. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു പോന്നു. സസ്പെൻസ് ത്രില്ലർ ആയിരുന്നു. ഭയങ്കര സസ്പെൻസ് ആയി പോയി ആക്ച്വലി. ആസിഫലിയുടെ പടം കാണിച്ചു, പക്ഷെ വന്നപ്പോ അത് ബേസിലായി പോയി. അനുശ്വരയ്ക്ക് പകരം സൗബി വന്നു. ഇനി ശരിക്കും നടന്ന സംഭവം പറയുക. സർപ്രൈസ് ആണ് കണ്ടിട്ട് തിയേറ്ററുകാരെല്ലാവർക്കും ഫ്രീ പോപ്കോൺ തന്നു. അതെ അതെ, റീഫണ്ടും തന്നു. ഇറങ്ങി അടുത്ത വണ്ടിയിൽ കയറി. അതെ ഗൈസ്, ഞങ്ങൾ 10:30 എത്തി. സിനിമ ഇട്ടപ്പോഴേക്കും ഞങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോഴേക്കും പെട്ടെന്ന് ബേസിൽ ജോസഫ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏത് സിനിമയായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി, അപ്പോൾ മനസ്സിലാവാത്തൊരു ഞാനിരുന്ന് കണ്ടു, എനിക്കറിയത്തില്ലല്ലോ. പക്ഷെ അൻവർ റഷീദ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് വേറെ സിനിമയാണെന്ന്. ഇല്ല ഗൈസ്, എനിക്ക് മനസ്സിലായി പക്ഷെ വേറെ സിനിമയാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ സിനിമ മാറിപ്പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട്, ഞങ്ങളല്ല ഈ ചേട്ടന്മാരൊക്കെ ചെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞ, അവരോട് പോയി സംസാരിച്ചു. പറഞ്ഞു സിനിമാറ്റിലെ കടപ്പുറം ജോസിമാരെന്താണെന്നപ്പോ അവര് പറഞ്ഞു ഞങ്ങളൊന്ന് വീണ്ടും അപ്ലോഡ് ചെയ്ത് നോക്കാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അരമണിക്കൂറല്ല, നമ്മൾ 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്തപ്പോ പറഞ്ഞു. പിന്നെ വന്നിട്ട് പറഞ്ഞു പടമില്ല, ഞങ്ങൾ വീട്ടിൽ പോകണം പറഞ്ഞു. അതെ, പിന്നെ ഫ്രീ പോപ്കോണും തന്നു. അടുത്ത വിസിറ്റിന് വരുമ്പോ ഫ്രീ പോപ്കോൺ. അതെ, ലാഭായി, റീഫണ്ടും കിട്ടി. പക്ഷെ ഞങ്ങൾ രാവിലെ എണീറ്റ് ഇത്ര ഡെഡിക്കേഷനോട് കൂടി എണീറ്റ് വന്നു. ആദ്യത്തെ സിനിമയായിരുന്നു.
അതെ, ജർമ്മനിയിലെ ഇവരുടെ ആദ്യത്തെ സിനിമയായിരുന്നു. ഇവര് നമ്മുടെ ഇടയിലെ കപ്പിൾസ് ആണ് ഗൈസ്. കപ്പിൾ ഗോൾസ് ആയിരുന്നു അവരുടെ ഇന്ന്. പക്ഷെ അതിന്റെ ഇടയിൽ ഞങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെയൊക്കെ ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വീണ്ടും അലക്സിൽ കയറി മ്യൂണിക്കിൽ പോകാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. മ്യൂണിക്ക് എത്തിയ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനൊരു സ്പോട്ട് തപ്പിയാണ് നടന്നത്. ആക്ച്വലി ഈ ജംഗ്ഷൻ കണ്ടപ്പോഴേക്കും എനിക്ക് ലുലുമോളുടെ അവിടുത്തെ ആ എടപ്പള്ളി ജംഗ്ഷൻ ആ ഒരു ക്രോസിംഗ് ഇല്ലേ, അവിടെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. അപ്പം ഞങ്ങൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മ്യൂണിക്കിൽ അത്യാവശ്യം കുറച്ച് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ കേരള റെസ്റ്റോറൻറ്റ്സ് 1-2 ഒക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ വന്നേക്കുന്നത് താജ്മഹൽ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ ഈ പ്രാവശ്യം ഓർഡർ ചെയ്തത് ബീഫ്, ലാമ്പ്, ചിക്കൻ, അതിന്റെ കറി, പിന്നെ അതിന്റെ കൂടെ കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് റൈസ് കിട്ടും. പിന്നെ ഞാനും ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നോക്കി കഴിയുമ്പോഴേക്കും എല്ലാവരുടെ കയ്യിൽ നല്ല കളർ ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്രയും കളർ ചേർത്തിട്ടുണ്ട്. സോ അത് മാത്രമേ ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ. പക്ഷെ കറിയൊക്കെ നല്ലതായിരുന്നു. പിന്നെ കളർ ചേർക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷസിലും ഒരു കളർ ചേർക്കുമെന്ന് തോന്നുന്നു. സോ അത് മാത്രം ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങിയപ്പോഴേക്കും കണ്ട കാഴ്ച ഇതാണ്. സമ്മർ ടൈമിൽ ഇത് എപ്പോഴും ഇവിടെ കാണാവുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ വിന്ററിൽ വളരെ റെയർ ആണ്. ഇന്ന് നല്ല വെതർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാ ആൾക്കാരും പുറത്തുണ്ട്. അന്ന് പിന്നെ സൺഡേ ആയിരുന്നു. അപ്പൊ നമ്മൾ നേരെ ഒരു പാലസ് ഉണ്ട് ഇവിടെ. പാലസിന്റെ അങ്ങോട്ടാണ് പോയി. അതിന്റെ ഫ്രണ്ടിലുള്ള ലേക്കാണിത്. ഇത് ഐസായി കിടക്കുവാണ്, ലൈക്ക് ഫ്രോസൺ ആയി കിടക്കുവാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാം വന്നിട്ട് ഐസ് സ്കേറ്റിംഗ് ഒക്കെ ഇവിടെ ചെയ്യുവാണ്. അപ്പൊ നമ്മളും എന്തായാലും ഒന്ന് പോയി ഇറങ്ങാന്നൊക്കെ കരുതി ഞങ്ങളും പോയി ഇറങ്ങി. ആക്ച്വലി വലിയ അപകടമൊന്നും ഇല്ല. ഇച്ചിരി ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഇറ്റ് വാസ് ലൈക്ക് നൈസ് ആയിരുന്നു. കുറെ നേരം അവിടെ കൂടെയൊക്കെ നടന്നു. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഞങ്ങള് സെറ്റായിട്ട് അങ്ങ് നടന്നു. ഇവിടെ കുറെ പിള്ളേർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊക്കെ നോക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.